ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് എന്തെങ്കിലും സെലിബ്രേഷൻസ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമുക്കൊരു കേക്ക് പോലും വാങ്ങിക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു വയ്ക്കുകയാണെങ്കിലോ ഇങ്ങനെയുള്ള സമയത്ത് ഉപകാരപ്പെടും. ഇനി അതല്ല, നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കേക്ക് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ മുട്ടയോ മൈദയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗോതമ്പ് പൊടിയും അതുപോലെ നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത്. എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ April 8-ന്. അന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി. ആ കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമ്മുടെ കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അരിപ്പ വെച്ചു. അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഗ്ലാസ് എടുക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടം ഒരേ ഷേപ്പിൽ വരുന്ന ഗ്ലാസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവൊന്നും കറക്റ്റ് ആവണമെന്നില്ല. കാരണം ചില ഗ്ലാസ്സൊക്കെ മുകളിൽ വലിപ്പം കൂടിയിട്ട് താഴെ വലിപ്പം കുറഞ്ഞൊക്കെ വരാറില്ലേ. അപ്പോൾ അങ്ങനത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ അളവ് കറക്റ്റ് ആവണമെന്നില്ല. കാരണം നമ്മൾ ഇനി വരുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ അളക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലായിരിക്കും. അപ്പം അളവ് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഗ്ലാസ് എടുക്കുമ്പോൾ ടോപ്പ് ടു ബോട്ടം ഒരേ ഷേപ്പിലിരുന്ന ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കൊക്കോ പൗഡർ തികച്ചും ഓപ്ഷണലാണ്. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ കൊക്കോ പൗഡർ ഇല്ലാണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത്. അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും ഇത് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ തരികളൊക്കെ പോവുകയും ചെയ്യും. കൂടാതെ നന്നായിട്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ബൗൾ എടുത്തു. ഇതിലേക്ക് ഒരു ബനാന ഞാൻ കട്ട് ചെയ്തിടുകയാണ്. നമുക്ക് ഈ ബനാന നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബനാന വരെ എടുക്കാം കേട്ടോ. 2 ബനാന ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടും. ഒരു ബനാന ആണെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ 2 ബനാന എടുത്തോളൂ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 ബനാനയാണ് എടുക്കുന്നത്. ഞാൻ 1 വെച്ച് 2 വെച്ചൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ 2 എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അളന്ന് വെച്ച ആ കപ്പില്ലേ, ആ കപ്പിൽ 1 കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് ഫുള്ള് എടുക്കുന്നില്ല. ഞാൻ 1 കപ്പിൽ കുറച്ച് കുറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. അത് ഡയറക്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വനില എസൻസ് ആണ്. അത് 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് പാലാണ്. തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യരുത്. കാരണം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ കുത്തൽ വരും. ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ വരും, കേക്കിന് വരും. അപ്പോൾ അത് കേക്ക് നന്നായിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് അടിക്കേണ്ട. ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും അല്ലെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ രണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. പൊടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യാൻ. മിക്സ് ചെയ്യുമ്പോൾ അതുപോലെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാതെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഓവർ മിക്സിങ് ആവാനും പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കേക്ക് റെഡി ആവത്തില്ല. കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കും. അപ്പം നമ്മുടെ കേക്ക് ആകെ മോശമായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പിന്നെ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ്, എങ്കിലും നന്നായിട്ട് തിക്കായി പോകരുത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് പാലില്ലെങ്കിൽ നിങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം മിക്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഏത് പാത്രമാണോ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ ഞാനൊരു വൈറ്റ് A4 ഷീറ്റ് കട്ട് ചെയ്തെടുക്കും. നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. നിങ്ങളുടെ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 വശവും നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ. അതുപോലെ പാത്രത്തിന് ചുറ്റും നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നുള്ള പാത്രത്തിന് ചുറ്റും ഇതുപോലെ എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഈ ബട്ടർ പേപ്പർ, അതായത് നമ്മൾ ഈ എണ്ണ തേച്ച ആ പേപ്പർ വെക്കുക. എന്നിട്ട് മാത്രമേ നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് വിടിവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക. കാരണം എന്തെങ്കിലും എയർ ബബിൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ നട്ട്സ് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. നമ്മുടെ ബദാം വണ്ടിപ്പരിപ്പൊക്കെ ഞാൻ സ്ലൈസറിൽ വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതുപോലെ പൊടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതും അതുപോലെ മുന്തിരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പ് നമ്മുടെ കുക്ക് ചെയ്യേണ്ട പാത്രം നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കുക്കറിലേക്ക് എൻ്റെ ഈ ഒരു പാത്രം ഇറങ്ങില്ല, അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വേറൊരു കുഞ്ഞു പാത്രം കൊണ്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യേണ്ട ആ ഒരു പാത്രം വെക്കാനുള്ളത്. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് നമ്മളിത് വെക്കുന്നതിന് മുമ്പേ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം മാത്രമേ നമ്മുടെ കേക്ക് അതിലേക്ക് വെക്കാൻ പാടുള്ളൂ. നമ്മൾ കേക്ക് വച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് വരെ വെക്കണം നന്നായിട്ട്. നമ്മുടെ ഈ ക്യാപ്പ് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ക്യാപ്പ് തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ ക്യാപ്പ് നന്നായിട്ട് മുറുകി അടഞ്ഞിരിക്കുന്നതായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വരത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി അഥവാ അത്ര ടൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വെയിറ്റുള്ളൊരു സാധനം അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഒരു 30 മിനിറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ടൂത്ത്പിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കുത്തി നോക്കുമ്പം അതിൻ്റെ ഉള്ളിൽ പറ്റി പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി എന്നർത്ഥം. ഇല്ലെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റും കൂടി അങ്ങനെ തന്നെ വയ്ക്കുക. ഒരു മാക്സിമം ഒരു 45 മിനിറ്റ് മാത്രം, അത്രേ വേണ്ടി വരുള്ളൂ. അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ കേക്ക് നമ്മൾ ചൂടാറിയതിന് ശേഷം എടുക്കാവുള്ളേ. അങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ സൈഡൊന്ന് എണ്ണ തേച്ച് കുറഞ്ഞു പോയി തോന്നുന്നു. അപ്പോൾ ഞാൻ സൈഡൊന്നും വിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ കത്തിയും കൊണ്ട് എൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് ഇതാ റെഡിയായി വന്നു. ഞാൻ ആ കത്തി ഇട്ടത് കുറച്ചൊന്ന് മാറിപ്പോയി, അതുകൊണ്ടാണ് ആ സൈഡൊന്ന് മുറിഞ്ഞു പോയിരിക്കുന്നത്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്പഞ്ചി കേക്ക് റെഡിയായി. പറഞ്ഞ പോലെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗോതമ്പ് പൊടി ബനാനയും ഒക്കെ നമ്മളിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇനി വീട്ടിൽ നിങ്ങൾ ബനാന വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് കറുത്തു പോയി എനിക്കിത് കഴിക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഈ കേക്കിൻ്റെ രൂപത്തിലേക്കാക്കി കൊടുക്കുക. എളുപ്പമല്ലേ? അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടാക്കി നോക്കിയിട്ടെന്ന്. അപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട. കൊക്കോ പൗഡർ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് കേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നേ, അതും ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.